ഇടതുപക്ഷ ജനദ്രോഹ ഭരണത്തിനെതിരെ ബി.ജെ.പി. ഒരുക്കിയ വികസിത അനന്തപുരി പദയാത്രയ്ക്ക് തലസ്ഥാനത്ത് വൻ സ്വീകരണം. മുട്ടട ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പദയാത്ര കുടപ്പനക്കുന്നിൽ അവസാനിച്ചു. സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് വി രാജേഷ് നയിച്ച പദയാത്ര സംസ്ഥാന ഉപാധ്യക്ഷൻ കെ സോമൻ ഉദ്ഘാടനം ചെയ്തു. സമാപന സമ്മേളനത്തിൽ ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ പി.കെ. കൃഷ്ണദാസ് മുഖ്യപ്രഭാഷണം നടത്തി. സ്വയംഭരണ തിരഞ്ഞെടുപ്പിലൂടെ അഴിമതിരഹിത ഭരണം കൊണ്ടുവരണമെന്ന ലക്ഷ്യത്തോടെ ബി.ജെ.പി. നയിക്കുന്ന വികസിത അനന്തപുരി പദയാത്രയ്ക്ക് വൻ ജനപിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മുട്ടട നിന്ന് ആരംഭിച്ച പദയാത്ര കുടപ്പനക്കുന്നിൽ അവസാനിച്ചു. വികസന മുരടിപ്പ് നേരിടുന്ന തലസ്ഥാനത്തെ നഗരവീഥികളിലും കടലോര മേഖലകളിലും ഉൾപ്പെടെ നടക്കുന്ന പദയാത്രയെ പൊതുജനങ്ങൾ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിക്കുന്നത്. ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറി വി രാജേഷ് തിരുവനന്തപുരം പട്ടം സംഘടനാ മണ്ഡലത്തിൽ നയിക്കുന്ന അനന്തപുരി വികസന സന്ദേശ പദയാത്രയുടെ ഉദ്ഘാടനം മുട്ടട ജംഗ്ഷനിൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സോമൻ നിർവഹിച്ചു. ബി.ജെ.പി. സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ ഉൾപ്പെടെ മറ്റ് ബി.ജെ.പി. നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. ജയ് ജയ് ബി.ജെ.പി. ജയ് ജയ് ബി.ജെ.പി. ജനങ്ങളെ ഞങ്ങൾ മുഴുവൻ കാര്യങ്ങളും ജനങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ 45 വർഷമായുള്ള CPM ഭരണം തിരുവനന്തപുരം കോർപ്പറേഷനിലെ, അതോടൊപ്പം തന്നെ കഴിഞ്ഞ 5 വർഷമായി ആര്യ രാജേന്ദ്രൻ നേതൃത്വത്തിലുള്ള വൻ അഴിമതിയും കൊള്ളയും, ആര്യ രാജേന്ദ്രൻ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് വേണ്ടി പുറത്തു ഇറങ്ങാൻ പോലും പറ്റാത്ത തരത്തിലേക്കുള്ള അഴിമതിയാണ് അവർ നടത്തിയിരിക്കുന്നത്. അതിന് CPM നേതൃത്വം 5 വർഷവും കണ്ണടച്ച് അനുമതി നൽകുകയായിരുന്നു. ഞങ്ങൾ പറയുന്നു, ജനങ്ങൾക്ക് വീട്ടിൽ നിന്നും മാലിന്യമില്ലാത്ത പ്രദേശത്ത് ഇറങ്ങി നടക്കാൻ സാധിക്കണം. തെരുവ് നായ്ക്കൾ ഓട്ടിച്ചിട്ട് ജനങ്ങളെ കടിക്കുന്ന അവസാനിപ്പിക്കണം. തെരുവുളക്കൾ പ്രകാശിക്കണം. ഇതിനൊക്കെ തന്നെ ഒരു അഴിമതിരഹിത നല്ലൊരു ഭരണം വരണം. അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. ആയിരക്കണക്കിന് അണികൾ പങ്കെടുത്ത പദയാത്ര ജനകീയമായി മാറി. ഇടതുപക്ഷ സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധവും പദയാത്രയിലുടനീളം പ്രകടമായിരുന്നു. ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറി വി രാജേഷ് നയിച്ച പദയാത്രയ്ക്ക് വൻ സ്വീകരണമാണ് വിവിധ ജംഗ്ഷനുകളിൽ നൽകിയത്. മുട്ടട നിന്ന് അമ്പലമുക്ക് പേരൂർക്കട വഴി കുടപ്പനക്കുന്നിൽ സമാപന സമ്മേളനത്തോടെയാണ് പദയാത്രയുടെ സമാപനം. സമാപന സമ്മേളനം ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ പി.കെ. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ നേതാക്കളായ RS രാജീവ്, ജയചന്ദ്രൻ, കൗൺസിലർമാർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ബി.ജെ.പിയുടെ വികസന സന്ദേശം ഈ നഗരസഭയില് ഈ അനന്തപുരിയുടെ മണ്ണിലുണ്ടാവേണ്ട മാറ്റത്തിന്റെ മാനത്തെ സംബന്ധിച്ച് ജനങ്ങളുമായി സംവദിക്കുന്നതിനാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ പദയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. പട്ടികജാതി ഫണ്ട് വെട്ടിപ്പ്, സഖാക്കളുടെ പിൻവാതിൽ നിയമനം, ധൂർത്ത്, കെടുകാര്യസ്ഥത എന്നിവ പൊതുജനത്തിന് മുന്നിൽ തുറന്നു കാണിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബി.ജെ.പി. വികസിത അനന്തപുരി പദയാത്ര നടത്തുന്നത്. ജനം, തിരുവനന്തപുരം.